بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه بسم الله الرحمن الرحيم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل على سيدنا محمد النبي الأمي وعلى آله وصحبه وسلم. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, വാത്സല്യ നദികളായ പിഞ്ചുമക്കളെ, കൂടുതലായി നീട്ടി പറയുന്നില്ല. നമ്മളുടെ വീഡിയോൻ്റെ ലെങ്ത്ത് കൂടിപ്പോകുന്നുണ്ട്. അപ്പോൾ പലർക്കും കാണാനുള്ള സമയമൊക്കെ കട്ട് ചെയ്ത് കണ്ട് കാണുകയാണ്. ചിലത് കാണുന്നില്ല. ഒരുപാട് സമയം വീഡിയോസ് ഉള്ളത് കൊണ്ട് ചുരുക്കിക്കൊണ്ട് വേഗം നമ്മൾ വിഷയം പറഞ്ഞ് വേഗം നമുക്ക് നിർത്താം. മുത്തുമോമിനീങ്ങളെ, നമ്മളുടെയൊക്കെ ഹലാലായ ഉദ്ദേശങ്ങൾ, മുറാദുകളൊക്കെ അല്ലാഹു ഹാസിലാക്കി തരുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രോഗങ്ങൾ, കടങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എത്രയും പെട്ടെന്ന് രോഗങ്ങൾ ശിഫയാക്കുകയും പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരുകയും കടങ്ങളൊക്കെ വീടുവാനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരുകയും ചെയ്യുമാറാവട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അവർക്കൊക്കെ നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നമ്മൾ 2 ദിവസമായിട്ട് ഹദ്ദാദിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ ഫളായിലുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ 2 ദിക്റുകൾ നമ്മൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വൽ ഹംദു യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നുള്ള ദിക്റും, സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്റും നമ്മൾ പറഞ്ഞു. അതിൻ്റെ മഹത്വങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ഹദ്ദാദിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച് ഇന്നലൊക്കെ കുറേ കിതാബുകളൊക്കെ പരിശോധിച്ചപ്പോൾ ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ ഒരുപാടാണ്. ഓരോ ദിക്റിനും അതിൻ്റെതായിക്കുന്ന ഓരോ ദിക്റുകളും ഫളായിലുകൾ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ മഹത്വങ്ങളൊക്കെ കേട്ടാൽ ഹദ്ദാദ് നമ്മൾ ചെല്ലാതിരിക്കുകയില്ല, തീർച്ചയായും നമ്മൾ ചൊല്ലും. ഇൻഷാ അല്ലാഹ് ഞാൻ ഹദ്ദാദ് ചെല്ലുന്നവരിൽ നമ്മളൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊക്കെ ഹദ്ദാദ് ചെല്ലുന്നവരാണ്. സമയം കിട്ടുമ്പോഴൊക്കെ ഇനി മുതൽ അങ്ങനെയല്ല ഞാൻ തീരുമാനിച്ചു. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ഓരോ ഫളായിലുകൾ, ഓരോ ദിക്റിൻ്റെ മഹത്വങ്ങൾ കേൾക്കുമ്പോൾ ഒന്നിനും മെച്ചപ്പെട്ട ദിക്റുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെയൊക്കെ മുറാദുകൾ, ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരുമാറാവട്ടെ. ഹദ്ദാദിൻ്റെ ദിക്റുകൾ, ഫളായിലുകളൊക്കെ കേട്ടപ്പോൾ ഇൻഷാ അല്ലാഹ് ജീവിതത്തിൽ അത് നിത്യമാക്കാൻ, പതിവാക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നമ്മളൊക്കെ ചില സമയങ്ങളിലൊക്കെ യാത്രയിലും പല പരിപാടികളിലൊക്കെ നമ്മൾ ഹദ്ദാദ് ചെല്ലാതെ പോവാറുണ്ട്. എന്നാൽ ഇനി അങ്ങനെയല്ല. എന്നും ദിവസവും ദായിമായിക്കൊണ്ട് ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ, ഇശാന് ശേഷമോ ഉറങ്ങുന്നതിൻ്റെ മുമ്പ് ഹദ്ദാദ് ചൊല്ലിയിട്ട് ഉറങ്ങാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുപോലെ നിങ്ങളൊക്കെ ഹദ്ദാദ് ചൊല്ലിയിട്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒന്ന് ചൊല്ലിയിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. ആദ്യം എന്നോടും നിങ്ങളോടുമാണ് വസിയ്യത്ത് ചെയ്യുന്നത്. ഓരോ ദിക്റിൻ്റെ ഫളായിലുകൾ കേട്ടാൽ ഒന്നിനൊന്നിന് മെച്ചപ്പെട്ട ദിക്റുകളാണ്. ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും നീട്ടി പറയുന്നില്ല. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന 3ാമത്തെ ദിക്റാണ്. ഏതാണ് ആ 3ാമത്തെ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതിന് ഒരുപാട് ഫളായിലുകളുണ്ട് ഈ ദിക്റിന്. ഇതിന് ഹദീസിലൊക്കെ ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാർ കൊടുത്തിട്ടുണ്ട്. പല ഹദീസിലും പല കിതാബുകളിലും ഒരുപാട് വിശദീകരണങ്ങളുണ്ട്. കാരണം സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഇത്
ഹദ്ദാദിലുള്ള ദിക്റിൻ്റെ മഹത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഈ ദിക്റിന് വേറെ ഫളായിലുകൾ വേറെ ഉണ്ട്. അപ്പോൾ ഹദ്ദാദിലുള്ളതിനെക്കുറിച്ചുള്ള ഫളായിലാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഈ ദിക്ർ പല ഉസ്താദുമാരും പല ആവശ്യങ്ങൾക്ക് വേണ്ടി, കടങ്ങൾ വീടുവാൻ വേണ്ടി, പല ഇതിനു വേണ്ടി ചൊല്ലാൻ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫളായിൽ ഭയങ്കരമാണ്. ഈ ദിക്റിൻ്റെയും നിരവധി മഹത്വങ്ങൾ ഹദീസുകളിൽ കാണാം. ഈ ദിക്റിൻ്റെ മഹത്വങ്ങൾ നിരവധി ഹദീസുകളിൽ കാണാം. ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹ് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തരികയാണ്. എന്താണ് പറയുന്നത്? അബൂ ഹുറൈറയിൽ നിന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നാവിന് ഏറ്റവും പ്രയാസമില്ലാത്ത തുലാസിൽ, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതുമായ അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട വാചകങ്ങളാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന ദിക്ർ എന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം തുർമുദി നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം എന്ന് ആരെങ്കിലും ചൊല്ലിയാൽ അവർക്ക് സ്വർഗത്തിൽ ഒരു കാരക്കമരം നടുമെന്ന് ഹബീബുന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും ഒരു പ്രാവശ്യം ഈ ദിക്ർ ചൊല്ലിയാൽ സ്വർഗത്തിൽ ഒരു കാരക്കമരം നടുന്നതാണ്. അവർക്ക് വേണ്ടി ഒരു കാരക്കമരം അല്ലാഹു സുബ്ഹാനഹു വതആല നടുന്നതാണ്. അതുപോലെ ഈ ദിക്ർ 3 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ 3 കാരക്കമരം അവനിക്ക് വേണ്ടി അല്ലാഹു സ്വർഗത്തിൽ നടുമെന്ന് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാം. അതുപോലെ ഇബ്നു ഉമറിൽ നിന്ന് നിവേദനം, ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആരെങ്കിലും 100 പ്രാവശ്യം ചൊല്ലുകയാണെങ്കിൽ ഒരു പ്രാവശ്യം അത് ചൊല്ലുന്നവർക്ക് 10 അതിനെ രേഖപ്പെടുത്തുന്നതാണ്. ഒരു പ്രാവശ്യം ഇത് ചൊല്ലുകയാണെങ്കിൽ 10 പ്രതിഫലം അവനിക്കെന്താണ് രേഖപ്പെടുത്തുന്നതാണെന്ന് ഹബീബുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് നിങ്ങൾ 100 പ്രാവശ്യം ചൊല്ലുക. ഒരു പ്രാവശ്യം അത് ചൊല്ലുന്നവർക്ക് 10 അതിനെ രേഖപ്പെടുത്തും. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ 10 രേഖപ്പെടുത്തും. അതുപോലെ 100 പ്രാവശ്യം ചൊല്ലുന്നവർക്ക് 1000 അതിനെ രേഖപ്പെടുത്തും. കൂടുതൽ ചൊല്ലുന്നവർക്ക് അള്ളാഹു കൂടുതൽ നൽകും. അള്ളാഹുവോട് ആരെങ്കിലും പാപമോചനം തേടിയാൽ, അള്ളാഹുവിനോട് ആരെങ്കിലും പാപമോചനം തേടിയാൽ അവൻ അവർക്ക് പുറത്തു കൊടുക്കുകയും ചെയ്യും.
അപ്പോൾ 3 പ്രാവശ്യം പ്രസ്തുത ദിക്ർ ചൊല്ലിയാൽ 30 നന്മകൾ ലഭിക്കുമെന്ന് ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. ഇതിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇൻഷാ അല്ലാഹ് ഹദ്ദാദ് നമ്മൾ ചൊല്ലാം. എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം ഹദ്ദാദിൽ മാത്രമല്ല എപ്പോഴും നമുക്ക് ചൊല്ലാം ഈ ദിക്റുകളൊക്കെ. ഇപ്പോൾ ഈ പറഞ്ഞ 3 ദിക്റും ഇനി പറയാൻ പോകുന്ന ദിക്റുകളൊക്കെ നമുക്ക് എന്താണ് എപ്പോഴും നമുക്ക് ചൊല്ലാം. ഹദ്ദാദിൽ പ്രത്യേക ശ്രേഷ്ഠതയുണ്ട്. അതിൻ്റെ സമയത്തിനും അത് ചൊല്ലുന്ന സമയത്തിനും ഇശാവിന് ശേഷവും ഇശാ മഗ്‌രിബിൻ്റെ ഇടയിലുമാണ് ഇത് ചൊല്ലുന്ന സമയം. അതിനൊക്കെ ഫളായിലുകൾ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയും. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുവാട്ടെ. ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു സ്വാലിഹത്തായ അമലാക്കി മാറ്റുമാറാവട്ടെ. അതുപോലെ മറ്റുള്ള ദിക്റുകൾ കുറേ ഉണ്ട്. 18ഓളം ദിക്റുകളുണ്ട്. നമുക്ക് ഓരോ ദിവസവും ഓരോ ദിക്റിൻ്റെ മഹത്വങ്ങൾ നമുക്ക് പഠിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മൊത്ത മുഅ്മിനീങ്ങളെ ഈ ദിക്റുകളൊക്കെ എല്ലാവരും ചൊല്ലുക. ഈ ദിക്ർ നല്ല ഹദ്ദാദ് എല്ലാവരും ചൊല്ലുക. ഹദ്ദാദ് എല്ലാവരും ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ ഹദ്ദാദിൻ്റെ മഹത്വങ്ങൾ ഫളായിലുകൾ ഒരുപാട് ആണ്. ഓരോ ദിക്റിനും ഓരോരോ ശ്രേഷ്ഠത കൂടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ നമ്മൾക്ക് ഹദ്ദാദ് നമ്മളെന്താണ് കഴിയുന്നത് നമ്മൾ പരമാവധി ഹദ്ദാദ് ദായിമാക്കാൻ ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകളൊക്കെ ഹാസിലാക്കി തരുമാറാവട്ടെ. കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അവിടെ കടങ്ങളൊക്കെ അല്ലാഹു വീട്ടി തരുമാറാവട്ടെ. അതിനുള്ള വഴികൾ അല്ലാഹു തുറന്നു തരട്ടെ. അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ. ക്യാൻസർ പിടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെയൊക്കെ രോഗങ്ങൾ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. വീടും പറമ്പും വിറ്റുകൊണ്ടും യാചിച്ചുകൊണ്ടും ചികിത്സ നടത്തുന്ന ഒരു രോഗവും അല്ലാഹു നമുക്കാർക്കും തരാതിരിക്കട്ടെ. അതുപോലെ ടെൻഷനുള്ളവർ, പല വിഷമങ്ങളെ കൊണ്ടും വിഷമിക്കുന്നവരൊക്കെ ഉണ്ട്. പുറത്ത് പറയാൻ പറ്റാത്ത വിഷമങ്ങളുള്ളവരുണ്ട്. അതുപോലെ ഭർത്താവിൻ്റെ വീട്ടിലുള്ള പീഡനം, ഭാര്യയുടെ മക്കളെ കെട്ടിച്ച വീട്ടിലുള്ള പീഡനം എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നൊക്കെ എല്ലാവരെയും കരകയറ്റുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ പ്രയാസങ്ങളൊക്കെ തീർത്ത് സന്തോഷമുള്ള ജീവിതം അവർക്ക് അല്ലാഹു നൽകുമാറാവട്ടെ. മൊത്ത മുഅ്മിനീങ്ങളെ നിങ്ങളെല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണമെന്ന് വസിയത്തോടെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദുആയും പ്രാർത്ഥനയിലും ഞാൻ ഉൾപ്പെടുത്തും ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹലാലായ മുറാദ് ഉദ്ദേശങ്ങളൊക്കെ തീർത്ത് സലാമത്ത് നൽകട്ടെ. ഈ ചാനൽ ആദ്യമായി കാണുന്നവരൊക്കെ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് സ്നേഹത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന ഓരോ നന്മകളും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ ചേർക്കുമാറാവട്ടെ. നമ്മളുടെ ഈ ലോകത്തും പരലോകത്തും ഉപകരിക്കുന്ന അമാലുകളുടെ കൂട്ടത്തിൽ അല്ലാഹു ചേർക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അല്ലാഹു സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. ദീനിനും നാട്ടുകാർക്കും വീട്ടുകാർക്കും ഉപകരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കി മാറ്റുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, മാതാപിതാക്കളെ അനുസരിക്കുന്ന സ്വാലിഹത്തായ മക്കളാക്കണേ റബ്ബേ.
റഹ്മാനായ റബ്ബേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, എന്തെല്ലാം പരീക്ഷണങ്ങളാണ് മനുഷ്യന്മാർ ഏറ്റുകൊണ്ടിരിക്കുന്നത്, അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബേ, ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നീ കരകയറ്റി കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഈ മജ്ലിസൊക്കെ കാണുന്നവർ, ക്ലാസ്സുകൾ കാണുന്നവരൊക്കെ പല ഭാഗങ്ങളിലാണ്, എവിടെയൊക്കെ ഉള്ളവരാണ് കാണുന്നത്, പരസ്പരം കാണാത്ത അറിയാത്ത ആളുകളാണ് റബ്ബേ. അവരുടെയൊക്കെ പ്രയാസങ്ങൾ നീ തീർത്ത് സലാമത്ത് നീ നൽകണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിലും അവരുടെ കുടുംബത്തിലും അവരുടെ വീട്ടിലും നീ ഖൈറും ബർക്കത്തും ഇസ്സത്തും അഭിവൃദ്ധിയും നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഇത് കാണുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, കച്ചവടക്കാരുണ്ട് റബ്ബേ, വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജോലിയിലൊക്കെ നീ ഖൈറും ബർക്കത്തും നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കച്ചവടം ചെയ്യുന്നവരെ കച്ചവടത്തിൽ ഖൈറും ബർക്കത്തും നീ കൊടുക്കണേ അല്ലാഹ്. അഭിവൃദ്ധി നീ കൊടുക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി വാഹനം ഓടിച്ചു പോകുന്ന ഒരുപാട് ഡ്രൈവർമാരുണ്ട് റബ്ബേ. അവരൊക്കെ നീ കാത്തുകൊള്ളണേ അല്ലാഹ്. അവരൊക്കെ അപകടങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഒരു ആപത്തും ഒരാൾക്കും നീ കൊടുക്കരുത് അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ദുർമരണങ്ങളിൽ നിന്നൊക്കെ നീ കാത്തു രക്ഷിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റോഡരികിൽ കിടന്ന് മരിക്കുന്ന അവസ്ഥ നീ വരുത്തരുത് റബ്ബേ. റഹ്മാനായ റബ്ബേ, റോഡരികിൽ നിന്ന് വാരിയെടുക്കുന്ന മയ്യത്താക്കരുത് അല്ലാഹ്. കത്തിക്കരിഞ്ഞ മയ്യത്താക്കരുത് റബ്ബേ. ദിവസങ്ങളോളം ഐസ് പെട്ടിയിൽ സൂക്ഷിക്കുന്ന മയ്യത്താക്കരുത് അല്ലാഹ്. റഹ്മാൻ റബ്ബേ, എവിടെ നിന്ന് മരിക്കുകയാണെങ്കിൽ കാമിലായ ഈമാനോടുകൂടി നീ മരിപ്പിക്കണേ റബ്ബേ. റഹ്മാനായ റബ്ബേ, കാമിലായ ഈമാനോട് കൂടി നീ മരിപ്പിക്കണേ അല്ലാഹ്. സ്വർഗം കണ്ട് നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ മരണം അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിക്കുന്ന സമയത്ത് ഹബീബിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മയ്യത്തിൻ്റെ ഞങ്ങളുടെ അടുത്ത് നീ നൽകണേ അല്ലാഹ്. ഔലിയാക്കന്മാരുടെ സാന്നിധ്യം നീ നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, നല്ല നിലക്കുള്ള മയ്യത്താക്കണേ അല്ലാഹ്. മാലാക്കമാർ ഏറ്റെടുക്കുന്ന മയ്യത്താക്കണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.